സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വെട്ടിമാറ്റുന്നതിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണം ഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷം. വി.ഡി. സതീശൻ മോദിയുടെ അതേ വഴിയിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. സമർത്ഥമായി RSS അജണ്ട നടപ്പാക്കുന്നുവെന്ന് P. രാജീവ് പറഞ്ഞു. രാജ്യത്ത് ആദ്യമായി ഒരു മുഖ്യമന്ത്രി പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഫാക്ട് ചെക്ക് വേണ്ടിവരുന്ന സ്ഥിതിയെന്ന് മുഹമ്മദ് റിയാസും പരിഹസിച്ചു. മോഡിയുടെ വഴിയെ തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാരും നീങ്ങുന്നത് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വി.ഡി. സതീശനും മോദിക്കുമെതിരെയുള്ള വാർത്തകൾ മാത്രം തിരഞ്ഞുപിടിച്ച് എങ്ങനെ ഒഴിവാക്കുന്നു എന്നതാണ് പ്രശ്നം. ഇവർ നൽകുമ്പോൾ അനുസരിച്ച് മാത്രമേ മറ്റേ മറുപടി എടുക്കുള്ളൂ. അപ്പോൾ നേരിട്ട് കേരളം കൊടുത്തോ അതോ മോഡി വഴി കൊടുത്തോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് എല്ലാ ബുധനാഴ്ചയും നടത്തുന്ന പത്രസമ്മേളനം ഫാക്ട് ചെക്കിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. സോഷ്യൽ മീഡിയയിലെ വാർത്താവിലക്കിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയോ എന്നാണ് ചോദ്യം. സർക്കാർ അറിയാതെ ഈ വാർത്താവിലക്ക് നടക്കുമോ എന്നതാണ് കേരളം ചോദിക്കുന്നത്. TV പ്രസാദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, നമ്മൾ മെറ്റയ്ക്ക് അയച്ച കത്തിൽ പോലും മെറ്റ നൽകിയ മറുപടി പ്രകാരം ഉത്തരവാദിത്തപ്പെട്ട നിയമ സംവിധാനം കൊടുത്ത പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ പോസ്റ്റുകൾ റിമൂവ് ചെയ്തിരിക്കുന്നത് എന്നതാണ്. അതൊന്നുകിൽ പോലീസ്, അതല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറിയിൽ താഴെ കുറയാത്ത മറ്റൊരു ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ കോടതി. പക്ഷേ അപ്പോഴും വി.ഡി. സതീശൻ സർക്കാർ വ്യക്തത വരുത്തിയോ ഈ വിഷയത്തിൽ? അരുൺ, റിപ്പോർട്ടറിൻ്റേതടക്കമുള്ള കാർഡുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത മെറ്റയുടെ നടപടിക്കെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യുന്നത് എന്ന രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത് താനോ സർക്കാരോ അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് എതിരായ കാർഡുകൾ മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ചില കാർഡുകളും നീക്കം ചെയ്തിട്ടുണ്ട് എന്ന ഒരു വിശദീകരണമാണ് ഇന്ന് മുഖ്യമന്ത്രി നൽകിയത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതിക്കൊപ്പമാണ് താൻ. അതോടൊപ്പം തന്നെ മെറ്റയ്ക്ക് ആവശ്യമെങ്കിൽ കത്തെഴുതാനും താൻ തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. പക്ഷേ ഇതൊരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമാണ് എന്ന ഗുരുതരമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ഉന്നയിച്ചത്. ശക്തമായ പ്രതിഷേധം പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്തു. മുഖ്യമന്ത്രിക്കെതിരായ ആ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം അത് നീക്കം ചെയ്യുന്ന രീതിയിലേക്ക് മെറ്റ മാറാനുള്ള കാരണം സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി വി.ഡി. സതീശനുമാണ് എന്ന ഗുരുതരമായ ആരോപണം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അരുൺ.